നിങ്ങള് മലയാളിയാ? അയാള് പാകിസ്ഥാനിയാ. ഇവിടെയാണ് മൂന്തേട്ടന് ജോലി. ഇവിടെയാ? അതെ, തൽക്കാലം ഇവിടെ. സത്യത്തിൽ മൂന്തേട്ടൻ ലേബർ സപ്ലൈ കമ്പനിക്കാരുടെ ആളാ. അതായത് ഒരു കമ്പനിക്ക് സ്വന്തമായി തൊഴിലാളികളെ പോരാതെ വരുമ്പോൾ ലേബർ സപ്ലൈ കമ്പനി ആ കമ്പനിക്ക് ആളുകളെ വാടകയ്ക്ക് കൊടുക്കും. വാടകയ്ക്ക് കൊടുക്കുക ആളുകളെ? അതെ. ഇന്നിവിടെയാണ് പണിയെങ്കിൽ അടുത്ത ആഴ്ച വേറെ സ്ഥലത്തായിരിക്കും പണി. അതുകൊണ്ട് ഓരോരോ തൊഴിൽ മേഖലയിലെയും പ്രശ്നങ്ങൾ വളരെ വിശദമായിട്ട് തന്നെ പഠിക്കാൻ പറ്റും. എന്തായിരിക്കും എൻ്റെ ജോലിയുടെ ഒരു സ്വഭാവം? അത് ഉടനെ തന്നെ മനസ്സിലാവും. ഇത് അയാളുടെ കൂടെ അങ്ങോട്ട് പോയാൽ മതി. ഞാൻ അങ്ങോട്ട്. അല്ല, നീ അങ്ങനെ പോയാൽ എനിക്ക് റൂമിലേക്ക് തിരിച്ചു വരാനുള്ള വഴി അറിയില്ലല്ലോ. കമ്പനി താമസിക്കാനുള്ള സ്ഥലം തരും, അങ്ങോട്ട് എത്താനുള്ള ട്രാൻസ്പോർട്ടേഷൻ ഉണ്ടാവും, ഒക്കെ ഞാൻ ഏർപ്പാടാക്കിയിട്ടുണ്ട്. അത് കമ്പനിക്ക് ഒരു ബുദ്ധിമുട്ടാവില്ലേ? കമ്പനിക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. വളരെ വിശാല മനസ്കതയുള്ള കമ്പനിയാണ്. ലാൽ സലാം. चल रहे पहन के आओ, पहन के आओ. सामान सब उधर रख. अरे उधर रख. बैग അവിടെ വെക്കാനാ പറഞ്ഞത്. जाके काम करो. जाके काम करो. ये सब उठा के उसका सिर पर रखो. जी साहब. പുറകോട്ട് 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 കടന്നോ. मलबारी इधर इधर ऊपर ले गया. ചോളി നിങ്ങൾ മലയാളിയാ? ക്യാ? നിങ്ങൾ മലയാളിയാ? അതെ. എന്നതാ പ്രശ്നം? പേര്? അരവിന്ദൻ. നാട്ടിലെവിടെയാ സ്ഥലം? ചെങ്ങന്നൂര്. എന്നാത്തിനാ? എത്ര കാലമായി ഈ കമ്പനിയിൽ? 4-5 കൊല്ലമായി. തനിക്ക് എന്നാ വേണം? അല്ല, ഇവിടുത്തെ തൊഴിൽ സാഹചര്യങ്ങളിൽ താങ്കൾ തൃപ്തനാണോ? അല്ലെങ്കിൽ അല്ലെങ്കിൽ എന്തുകൊണ്ട് തൃപ്തനല്ല എന്ന് പറയണം. പറഞ്ഞ പരിഹാരം ഉണ്ടാക്കാം. ആര്? നിങ്ങളോ? നിങ്ങൾക്ക് എല്ലാ വിവരവും അറിയണമെങ്കിൽ ഇതാ അവിടെ ചോദിച്ചാൽ മതി. केस का सर पर रखो. जाओ. काम चोर साहब. ഒന്ന് പിടിക്ക. ഇനി അരമണിക്കൂറും കൂടി കഴിഞ്ഞാൽ ഇന്നത്തെ പണി കഴിയല്ലേ? എന്തുട്ട്? ഇന്നത്തെ പണി കഴിയാൻ ഇനി ഒരു 4.5 മണിക്കൂറും കൂടി വേണം. അപ്പൊ ഇവിടുത്തെ ജോലി സമയം 8 മണിക്കൂറല്ലേ? 8 മണിക്കൂറേ? ഇത് ഭയങ്കര കഷ്ടാണല്ലോ.
ഇവിടെ ചോദിക്കാനും പറയാനൊന്നും ആരുമില്ലേ? ആരാ ഇവിടുത്തെ യൂണിയൻ സെക്രട്ടറി? യൂണിയനാ? ആ അതാ വരണു. യൂണിയൻ സെക്രട്ടറിയും പ്രസിഡന്റും ഖജാൻജിയും ഒക്കെ ആ ഗടിയാ. അങ്ങേരോട് പറഞ്ഞാൽ മതി. ടോയ്ലറ്റ് വേണം. ഇൻക്ലാബ് സിന്ദാബാദ്! ഇൻക്ലാബ് സിന്ദാബാദ്! ഇതാണ് സൂപ്പർവൈസർ പറഞ്ഞ പുതിയ ആള്. ആ നാട്ടിന്ന് കേറിയപ്പോഴേ യൂണിഫോം എടുത്തിട്ടൂലേ? ഏതാ എന്റെ മുറി? മുറിയാ? ഇതാ നിങ്ങളുടെ മുറി. ഇന്നു മുതൽ ഈ 6 അടി കട്ടിലിന്റെ ജന്മി നിങ്ങളാ. ആ അല്ല, ഫാക്ടറി ജോലിക്കിടയിൽ എന്തൊക്കെ അന്വേഷിക്കുന്നുണ്ടായിരുന്നല്ലോ, എന്തായിരുന്നു അത്? അത് തൊഴിലാളികളുടെ മുഖം നോക്കി അവരുടെ സ്വഭാവം മനസ്സിലാക്കുക. മനസ്സിലാക്കിയോ? മനസ്സിലാക്കി. ഇവിടുത്തെ തൊഴിലാളികൾ കൂടുതലും പിന്തിരിപ്പം മൂരാച്ചുകളാണെന്ന് മനസ്സിലാക്കി. സിദ്ധാർത്ഥ, 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 മുകുന്ദേട്ടൻ ഞാൻ എത്ര പ്രാവശ്യം വിളിച്ചു? ആണോ? അയ്യോ, ഈ ബഹളത്തിനിടയ്ക്ക് കേൾക്കണ്ടേ. പിന്നെ എങ്ങനെയുണ്ട് മുകുന്ദേട്ട ജോലിയൊക്കെ? നല്ല സുഖമല്ലേ? നല്ല സുഖാണ്. ആ ഒരു പ്രത്യേകതരം സുഖം. ജനിച്ചിട്ട് ഇത്രയും കാലമായിട്ടും കിട്ടാത്തൊരു സുഖം. അപ്പൊ കൂടെ പറിക്കുന്നവർക്കും ഇതുപോലെ സുഖമല്ലേ? അവർ ഈ സുഖം കുറെ നാളായിട്ട് അനുഭവിക്കുന്നത് കൊണ്ട് അവർക്ക് എന്റെ അത്ര സുഖമുള്ളതായി തോന്നിയില്ല. അല്ല, അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ നോട്ട് ചെയ്ത് വെച്ചോളൂ. പാർട്ടി സെക്രട്ടേറിയറ്റിൽ റിപ്പോർട്ട് കൊടുക്കണ്ടല്ലേ? അത് ഞാൻ അപ്പപ്പോ നോട്ട് ചെയ്യുന്നുണ്ട്. 12 മണിക്കൂർ തുടർച്ചയായി ചുമടെടുക്കുന്നതിലോ, വാതിലില്ലാത്ത കുളിമുറിയിൽ കുളിക്കുന്നതിലോ, ഉപ്പില്ലാത്ത കുബൂസ് തിന്നുന്നതിലോ ഒന്നിനും ഒരു വിരോധമില്ല. പിന്നെ എന്താ പ്രശ്നം? പക്ഷേ ഇച്ചിരി കാറ്റും ഇച്ചിരി വെളിച്ചമുള്ള സ്ഥലത്തായിരുന്നു പണിയെങ്കിൽ കുറച്ചുകൂടെ നന്നായിരുന്നു. എന്തിനാ ഇച്ചിരി കാറ്റും ഇച്ചിരി വെളിച്ചമാക്കണേ? നല്ല കാറ്റും നല്ല വെളിച്ചമുള്ള സ്ഥലത്ത് ഞാൻ ആക്കി തരാം, പോരെ? അത് മതി. ദോഷം പറയരുതല്ലോ. നല്ല കാറ്റും വെളിച്ചോ.
നിങ്ങൾ മലയാളിയാ? അതെ. ആ, എനിക്ക് നിങ്ങളുടെ മുതലാളി ഒന്ന് കാണണം. ഈ സ്ഥാപനത്തെ പറ്റിയും ഇവിടെ നടക്കുന്ന അനീതികളെ പറ്റിയും വിശദമായ ഒരു പരാതി ഞാൻ എഴുതി കൊണ്ടുവന്നിട്ടുണ്ട്. അത് മുതലാളിക്ക് കൊടുക്കണം. നിങ്ങളാരാണ്? അങ്ങനെ പ്രത്യേകിച്ച് ആരുമല്ല. തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുകയും അത് പരിഹരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരാൾ എന്ന് വേണേ പറയാം. MD ഒരു മീറ്റിംഗിലാ. ഞാൻ വെയിറ്റ് ചെയ്യാം. നിങ്ങളിതൊന്ന് കൊടുക്കൂ. ലാൽ സലാം സഖാവേ, വെൽക്കം ടു ദുബായ്. എന്തായത് മുകുന്ദൻ, പോവാണോ? നാട്ടിൽ ചില്ലറ കശവിശയൊക്കെ ഉണ്ടായി എന്ന് വെച്ച് അന്യനാട്ടിൽ വെച്ചാണോ അതൊക്കെ പ്രകടിപ്പിക്കുന്നത്? മുകുന്ദ വരൂ, ഇരിക്കൂ. ഇരിക്കൂ. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നാട്ടിലെ കമ്പനികളൊക്കെ പൂട്ടിച്ച ശേഷമാണ് ഇങ്ങോട്ട് കയറി പോകുന്നത്. റിലാക്സ്, ഞാനൊരു തമാശ പറഞ്ഞല്ലേ. അപ്പൊ എന്താ കുടിക്കാൻ വേണ്ടത്? ചായയോ കോഫിയോ ജ്യൂസോ? 1 മിനിറ്റ്. മിസ് മെർലിൻ, ഗെറ്റ് മീ എ ജ്യൂസ്. ഞാൻ തന്ന പരാതി കണ്ടോ? കണ്ടു, വായിച്ചു. ഇവിടെയും സജീവമാണല്ലോ രാഷ്ട്രീയ പ്രവർത്തനം. പരാതിയാണെങ്കിലും മലയാളം കണ്ടപ്പോൾ ഞാൻ നാടിനെ ഓർത്തുപോയി. കുഴപ്പങ്ങളെല്ലാം കണ്ടുപിടിച്ച് വിശദമായി എഴുതിയിട്ടുണ്ടല്ലോ. ഒരു യൂണിയൻ നേതാവുമായി തൊഴിൽ തർക്കങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടേയിരിക്കുക എന്നത് എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ വളരെ നൊസ്റ്റാൾജിക്കാനുള്ള അനുഭവമാണ്. നാട്ടിൽ നിന്ന് പോകുന്ന ശേഷം ഐ റിയലി മിസ് ഇറ്റ്. ഗിവ് ടു ഹിം. യെസ് പ്ലീസ്. കഴിക്കേ. 100 കണക്കിന് തൊഴിലാളികളുള്ള സ്ഥാപനമല്ലേ. മുകുന്ദൻ ജോയിൻ ചെയ്ത് ഞാൻ അറിഞ്ഞില്ല. അതുകൊണ്ട് സഖാവിന്റെ യോഗ്യതയ്ക്കും മുൻകാല പരിചയവും അനുസരിച്ച് ഒരു പണി തരാൻ പറ്റിയില്ല. ഇപ്പോഴാ എനിക്ക് സമാധാനമായത്. സമരം ചെയ്തത് കുഞ്ഞുണ്ണിയോടുള്ള വ്യക്തിവിരോധം കൊണ്ടല്ലെന്ന് ഇപ്പോഴെങ്കിലും ബോധ്യമായല്ലോ. എനിക്ക് തൃപ്തിയായി. അയ്യോ, ഞാൻ അതൊക്കെ അപ്പോഴേ മറന്നില്ലേ. ഇപ്പോഴത്തെ പ്രശ്നം നല്ലൊരു ജോലിയാ. മുകുന്ദൻ എന്ത് പണിയാ ഞാൻ തരിക? നാട്ടില് തൊഴിലാളികളെ നയിച്ചല്ലേ എക്സ്പീരിയൻസ് ഉള്ളൂ. പക്ഷെ സാരമില്ല, മേലനങ്ങി പണിയെടുത്ത് ശീലമില്ലാത്ത സഖാക്കൾക്ക് പറ്റിയ പണിയും എൻ്റെ കയ്യിലുണ്ട്. സഖ ഒരു കാര്യം ചെയ്യൂ. ഇതാ ഈ ഡാറ്റാസൊക്കെ ഈ ലാപ്ടോപ്പിലോട്ടൊന്ന് ഫീഡ് ചെയ്തോളൂ. പണിയില്ലാപ്പട പെരുകും നാടിന്, മോചനമില്ലെന്നറിയുക നാം. പണിയെത്തിക്കൂ കൈകളിലെല്ലാം, എന്നിട്ടാകാം കമ്പ്യൂട്ടർ തൊലയട്ടെ. പാർട്ടി പഴയ തീരുമാനങ്ങളിൽ നിന്ന് അല്പസ്വല്പം മാറിയെങ്കിലും വ്യക്തിപരമായി ഞാൻ കമ്പ്യൂട്ടറിനെതിരാണ്. അല്ലാതെ അറിയാഞ്ഞിട്ടല്ല അല്ലേ? അതുപോട്ടെ. ഇതുവരെയുള്ള കഥ എന്താണെന്ന് വെച്ചാൽ, സഖാവ് ക്യൂബ മുകുന്ദൻ കാശുണ്ടാക്കാൻ ദുബായിലേക്ക് വണ്ടി കയറി. മേലനങ്ങി പണിയെടുക്കാൻ അറിയില്ല, ഭാഷ അറിയില്ല, കമ്പ്യൂട്ടർ പോലും അറിയില്ല. ഇതൊക്കെ അറിയാവുന്നവർ തന്നെ ഇവിടെ കിടന്ന് കഷ്ടപ്പെടുക. പിന്നെ ആകെക്കൂടി അറിയാവുന്ന പണി സമരം ചെയ്യലാണ്. അതിവിടെ പറ്റുകയുമില്ല. ഒന്നിനും കൊള്ളാത്തവനെന്ന് സ്വയം ബോധ്യമായ സ്ഥിതിക്ക് ആ ജ്യൂസ് എവിടെ വെക്ക്. ഇറങ്ങി പോടാ ഇവിടുന്ന്.